ഇവിടെ ഇവളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അവളുടെ അമ്മയാണ്. അവൾ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് ഇടേണ്ടത്, എന്തിന് അവളുടെ പ്രൈവറ്റ് പോലുമെല്ലാം അവൾക്കായിട്ട് തീരുമാനിക്കാൻ പോലും പറ്റുന്നില്ല. ഒരിക്കൽ പോലും അവളെ കൊണ്ട് തിരഞ്ഞെടുക്കാൻ പോലും അമ്മ സമ്മതിച്ചില്ല. ഒരു ദിവസം കൂട്ടുകാർ മൊത്ത് ഫുഡ് കഴിക്കുമ്പോൾ ഇവളായിരിക്കും ബില്ല് പേ ചെയ്യുന്നത്. ക്യാഷ് കൊടുത്തതും അടുത്ത സെക്കൻഡിൽ അവളുടെ അമ്മ വീഡിയോ കോൾ വിളിച്ചു. അവളുടെ അമ്മ അവളെ നോക്കി എവിടെയാണെന്ന് ചോദിച്ചു. അവൾ ഫുഡ് കഴിക്കുകയാണ് എന്ന് മാത്രമാണ് പറഞ്ഞുള്ളൂ. പക്ഷെ അവളുടെ അമ്മ അത് കേട്ടില്ല. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കി, പുറത്തു പോയി പണം പാഴാക്കാതെ ഹോസ്റ്റലിലേക്ക് പോകാനായി പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവളുടെ ഫ്രണ്ട്സിനാകെ അസ്വസ്ഥതയായി. അവർ എഴുന്നേറ്റ് തിരികെ പോയി. അതിനുശേഷം അവർ റൂമിലെത്തി അവരുടെ പിണക്കം മാറ്റാൻ നോക്കിയെങ്കിലും ആരും അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സോ അവൾ അവരുടെ പിണക്കം മാറ്റാനായിട്ട് ഷേക്ക് എല്ലാം ഓർഡർ ചെയ്ത് ഒരു മാപ്പെന്ന പോലെ അവർ കൊടുത്തു. എന്നാൽ അപ്രതീക്ഷിതമായി അവളുടെ അമ്മ വീണ്ടും വിളിച്ചു. അവൾ ഷേക്ക് വാങ്ങിച്ചതിന് അവളെ ചീത്ത പറയുന്നു. ഈ രാത്രി വൈകി പണം എന്തിനാണ് ചെലവാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് അവൾ വിശദീകരിക്കാനായി പോകുമ്പോൾ ഒരു വാക്ക് പോലും അവൾക്ക് പറയാൻ പറ്റിയില്ല. മറ്റുള്ളവർക്കായിട്ട് ഷേക്ക് വാങ്ങിയത് എന്തിനാണ്, നിനക്ക് മാത്രമായിട്ട് വാങ്ങിച്ചാൽ പോരെ എന്ന് അവളുടെ അമ്മ പറഞ്ഞതും ആ വാക്കുകൾ അവളെയും മറ്റുള്ളവരെ വേദനിപ്പിച്ചു. അവർക്ക് ഇനി ഇത് കേട്ടു നിൽക്കാനേ കഴിഞ്ഞില്ല. എന്നിട്ട് അമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളായിട്ട് ചെലവഴിച്ച പേയ്മെന്റ് തിരികെ കൊടുക്കാനായി പറഞ്ഞു. ഇനി ഒരു ദിവസം 20 യുവാൻ മാത്രമാണ് അവൾക്ക് കൊടുക്കുകയുള്ളൂ. അവൾക്ക് മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ഇനി ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും. ആ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ ഫ്രണ്ട്സ് അവളോട് മിണ്ടാതായി. അവൾ വാങ്ങിച്ചു കൊടുത്ത ഷേക്കൊക്കെ തിരികെ കൊടുത്തു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സ്കൂളിലെ ആദ്യ ദിവസം തന്നെ അവളുടെ അമ്മയുടെ വാക്കുകൾ കാരണം എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി. എല്ലാം നഷ്ടതുപോലെ അവൾ അവിടെ തന്നെ നിന്നു. ആരും അവളുടെ അടുത്തേക്ക് പോലും വന്നില്ല. അപ്പോഴാണ് അവളൊരു കാര്യം തിരിച്ചറിയുന്നത്. അവളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അവളുടെ അമ്മ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ ഫോറിൻ പോയി പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു പോസ്റ്റർ കാണുന്നു. ഇതാണ് അവസരം എന്ന് അവൾ കരുതുകയാണ്.